ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഈ കാട്ടിലെ വ്യത്യസ്തമായ കുറച്ച് ചെടികളാണ്. ചിലപ്പോൾ ഇത് വലിയ കാശ് കൊടുത്തൊക്കെ എല്ലാവരും വാങ്ങിച്ചു വെക്കുന്ന ചെടികളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കാട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന ചെടികളെക്കുറിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ വായോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവരൊക്കെ പോയി സപ്പോർട്ട് ചെയ്തോളൂ. ഇതാണ് ചുരുളി. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ ഒരു പ്രത്യേക രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഇപ്പം കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് അതുപോലെ തന്നെ കാട്ടിലെ ഒരു ചെടിയാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, ഒരു പച്ച നിറവും ഇലകളുമൊക്കെ വ്യത്യസ്തമാണ്. ഇതും നമ്മുടെ ഈടിയിലൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. കൂടുതലായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. ഇതിങ്ങനെ തറയിൽ ഇങ്ങനെ ചുമ്മാ പടർന്ന് കിടക്കുന്ന ഒരു ചെടിയാണ്. അതൊരു കുഞ്ഞു പൂവാണ്, വയലറ്റ് കളറുള്ള ചെറിയ കോളാമ്പി പൂ പോലത്തെ പൂവാണ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ ഇവിടുത്തെ കാട്ടുകാപ്പി എന്നൊക്കെ പറയും. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഒരു വെറൈറ്റിയാണ് കാണാൻ തന്നെ. വെള്ളയിൽ ഇങ്ങനെ മരത്തിന് ഇലയില്ലാതെ നിൽക്കുന്നത് പോലെ. ഇതും അതുപോലെ കാട്ടിലെ ഒരു ചെടിയാണ്. കദളി എന്നൊക്കെ ഞങ്ങൾ പറയും. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, വെള്ള കളറാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരുന്നതാണ്. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഇത് ബോൾസമാണ് കേട്ടോ, കാട്ടിലെ ബോൾസം. ഇതൊന്നും നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചതോ ഒന്നുമല്ല, തന്നെ കിളുത്ത് വന്ന് അതിൻ്റെ ആ പൂക്കളൊക്കെ ഒരു വെറൈറ്റിയാണ്. എല്ലാം കാടിൻ്റെ പൂക്കൾ തന്നെയാണ്, നമ്മളൊന്നും പിടിച്ച് നട്ട് വെച്ചിട്ടുള്ളതല്ല. ഇതുണ്ടോ, നല്ല രസമില്ലേ. പിന്നെ ഇതാണ് കാക്കത്തണ്ട്, മഷിത്തണ്ട് എന്നൊക്കെ ഞങ്ങളിവിടെ പറയുന്നത്. ഇതൊക്കെ വെറുതെ ഈ തോട്ടിലിങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. ഇതും അതുപോലെ ഒരു വെറൈറ്റി ചെടിയാണ്. അതിൻ്റെ പൂക്കൾ നോക്കുക. നമ്മൾ പണ്ടിങ്ങനെ അപ്പൂപ്പന്താടിയൊക്കെ ഇതിൽ നിന്ന് പറപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പിന്നെ വീണ്ടും നമ്മുടെ തോടാണ്. തോട്ടിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗി. ആ തോടിൻ്റെ കളകളനാദമൊക്കെ കേട്ട് ഒഴുകി ഇങ്ങനെ വരുന്നു. പിന്നെ ഒത്തിരി വെള്ളം വന്നു കഴിയുമ്പോൾ ആ പാറ കുഴിയിൽ നിന്നാണ് ആ കുഴി കാണുന്നത് കേട്ടോ. അപ്പോൾ ശരി.